Messi, Lionel Messi is. My son said, "Dad, you know who's going to be there today?" I said, "No, I got a lot of things going on." He said, "Messi." I said, "Really?" He's a big fan. He's a big fan of yours. He thinks you're just a great person, and I think you got to meet a little while. So he's a big soccer fan, but he's a tremendous fan of yours and a gentleman named Ronaldo. What? He's a big soccer fan, but he's a tremendous fan of yours and a gentleman named Ronaldo. ഇതിന്റെ ഒറിജിനൽ ഇങ്ങനെ അല്ലെന്നോ? വീഡിയോ കിട്ടുന്ന കേട്ടോ, അത് ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ അതിന്. അങ്ങനെ റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല പുള്ളി അതിനകത്ത്. ആണോ? അപ്പൊ റൊണാൾഡോ ഫാൻസ് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇത്. നമ്മുടെ ഇപ്രാവശ്യത്തെ ഫിഫയിൽ ഒരു മലയാളി പയ്യൻ കളിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. റൊണാൾഡോക്കാണോ മെസ്സിക്കാണോ അത്? രണ്ടുപേർക്കും ശരിയാണ്. മെസ്സി ഇതല്ലേ, സ്പാനിഷ് അല്ലേ? സ്പാനിഷ്. ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ ഇവർക്ക്? ഇല്ല, രണ്ടുപേർക്കും ഇച്ചിരി പ്രശ്നങ്ങളാണ്. ഇന്ന് ഇത് ഫുള്ളാടാ. അപ്പൊ നമുക്ക് ടിഎക്ക് ഡ്രീമർ. ഓക്കെ ഗൈസ്, അപ്പൊ ടിഎക്ക് ഡ്രീമർ വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിൽ. ഡ്രീമർ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചാനലിന്റെ ലിങ്ക് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഡ്രീമറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പൊളി കളിയാണ്, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ കളിച്ച് കണ്ടു നോക്കുക. അവന്റെ ഗെയിം ഉണ്ട്. കുറെ സ്കോഡ് വൈബ്സ് മിക്സ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും കയറി എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെക്കനെ, കേട്ടോ. എത്ര വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച്, എത്ര വർഷം. എനിക്കൊരു റാൻഡം ഗെയിം ചെയ്ത് കിട്ടിയത് ഇവന്. റാൻഡം ഗെയിം ചെയ്ത് ഒരു റാൻഡം ഇതായിട്ട് നമ്മുടെ അക്മയുടെ ഒക്കെ കൂടെ എനിക്ക് കിട്ടിയതാണ്. ഇത് കണ്ടാ നിങ്ങൾ എന്റെ ക്ലോസ് എൻകൗണ്ടർ ഇൻ ഇന്ത്യ. തൊടാൻ പറ്റില്ലായിരുന്നു എന്നെ. കാരണം ഇത് വരാനുള്ള കാര്യമുണ്ട് കൈസ്. എന്താന്ന് പറയട്ടെ, ഞാൻ ബൂട്ട് ക്യാമ്പ് മാത്രമേ കളിക്കുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങും, ഫൈറ്റ് എടുക്കും, ക്ലോസ് എൻകൗണ്ടർ എടുക്കും, ചാവും. മനസ്സിലായ? അങ്ങനെ കളിക്കുമായിരുന്നു. ഒരു സീസണിൽ ഞാൻ 3000-4000 കളി കളിക്കും. ഇതായിരുന്നു എന്റെ ലൈഫ് എന്ന് പറയണത്. ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞ ഇതിനു വേണ്ടി ഇരിക്കുമായിരുന്നു. അതുപോലെ ഇരിക്കുമായിരുന്നു. എന്റെ പൊന്നോ, മുക്കാൻ ഇറങ്ങാ അടിക്കാൻ ചാവുക. അങ്ങനെ നിന്ന സമയത്താണ് എനിക്കുണ്ടല്ലോ എന്റെ അന്നത്തെ സ്വഭാവം ഉണ്ടല്ലോ. എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ ഭയങ്കര ബ്ലെയിമർ ആയിരുന്നു. എന്നുവെച്ചാ എനിക്ക് ബ്ലെയിം ഗെയിം കൂടുതലായിരുന്നു കുറച്ച്. എന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം അതാണ്. ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുമായിരുന്നു. അതായത് ഞാൻ പോയിട്ട് എന്തായാലും രണ്ടുപേരെ നോക്കാക്കും, മൂന്നാമത്തെ എന്നെ അടിച്ചിടുമ്പോ ഞാൻ ഉണ്ടല്ലോ അത് ആരെങ്കിലും തലയിൽ വെക്കണം. അപ്പോഴേ ഡ്രീമർ ഒന്ന് വാടാ, 1 HP ആടാ. ചിലപ്പോ അവന്റെ കശത്ത് പോലും വെടികൊണ്ടിട്ടുണ്ടാവില്ല. 1 HP ആടാ, ഒന്ന് വാടാന്ന് പറയട്ടാ. അങ്ങനെ ഞാൻ ഈ തെറിയൊക്കെ പറയണ സമയത്ത് ചന്ദ്രൻ ഉണ്ടല്ലോ ഇത് മിണ്ടാതിരുന്ന് കേൾക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ എനിക്ക് അവനോട് സഹതാപമായി. ആ സഹതാപം പിന്നെ എനിക്ക് സ്നേഹമായി. പിന്നെയാണ് അവനെ ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഇത് തുടങ്ങണ. മനസ്സിലായ? സത്യം പറയാലോ. പിന്നെ അങ്ങനെയാണ് ഞങ്ങള് തമ്മിലുള്ള ആ ഒരു ഇത് തുടങ്ങണ, കേട്ടോ. ഇങ്ങനെ വീഡിയോ ഒക്കെ വന്നിട്ട് നാളെ ഇപ്പൊ MRC അടിയൊക്കെ നടക്കുന്ന പോലെ ഞാൻ ഡ്രൈവറോട് ആ കോൺട്രവേഴ്സി ആണോ അല്ലേ? ഡ്രൈവർ വന്നിട്ട് പറയാം, ഇവനെന്നെ കാറൊക്കെ കഴിപ്പിക്കുമായിരുന്നു, വീട്ടിലെ പശുവിനെയൊക്കെ കറപ്പിക്കുമായിരുന്നൊക്കെ പറഞ്ഞു വരണം അല്ലേ? ഇപ്പൊ എന്റെ ഒരു സാഹചര്യം വെച്ച് അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടാ. ഡ്രൈവറായിരുന്നു കല്യാണ ദിവസം റിസപ്ഷൻ. ഞാൻ
സങ്കടത്തോടെ കാര്യം പറയാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു ദിവസം ഉടനെ ഉണ്ടാവും. അതെല്ലാവർക്കും ഞാൻ ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നത്. ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്രം TAK ഡ്രീമർ ടു ഇപ്പോഴത്തെ TVA ചന്ദ്രൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനും, അല്ലെങ്കിൽ അന്നത്തെ മറ്റേ ഈഗിൾ എന്ന് പറഞ്ഞ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ആ സാധനത്തിൽ നിന്നും പരുന്തുവാസനോടുള്ള ട്രാൻസ്ഫോർമേഷനും ഞങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായെടുത്തൊരു സാധനമാണ്. അതായത് കൺസിസ്റ്റൻസി, ഈ പറയണത് പോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എത്തിയ സാധനമാണ്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ഇതാവുന്ന ഒരു ദിവസം ഉറപ്പായിട്ടും വരും. ഉറപ്പാണ് ഗൈസ്, ഉറപ്പാണ്. അത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവരോടും. താങ്ക് യു. സെയിം ടു യു അണ്ണാ. പിന്നല്ല, ആ വീഡിയോ കൊള്ളാടാ, ഈ വീഡിയോ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ. ബ്രോ നാക്സ് എഡിറ്റേഴ്സ് ഏടാ, താങ്ക് യു. നല്ല വീഡിയോ, നല്ല വീഡിയോ. When I see mom doing some funny, she asked me to do. ഈശോ മതി ഔസപ്പെ, കൂട്ടിലിരിക്കും പുണ്യാള, കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ, പീഡനമാണ് പെണ്ണിലേക്കും ലീവായോ. അല്ലേ എന്റെ അങ്ങനെ വലുതായിട്ട് പറയൂലായിരുന്നു. അണ്ണാ മിസ്സിംഗ് ദിസ് ഓൾഡ് ഡേയ്സ്. കൊച്ചി TV is famous for നിങ്ങൾ ഇതൊക്കെ കാണുമായിരുന്നോ? നീ കാണുമായിരുന്നോ ബോബ ഇതൊക്കെ? ബോബില്ലേ? ബോബു പോയി. നീ കാണുമായിരുന്നു ഇതൊക്കെ? ഞാൻ കാണുമായിരുന്നു. മായക്കണ്ണൻ, ഡോറ ബുജി. അല്ല ഇതൊക്കെ കാണുമായിരുന്നത്? ഇതിനകത്ത് ഇത് മായക്കണ്ണൻ, ഇത് മായക്കണ്ണനാ? ഇത് ഇത് മായക്കണ്ണനാ. ഇത് മായക്കണ്ണനാണ് ഇത്. ആ കണ്ടില്ലേ അന്നെടുക്ക് നെറ്റിയില്? ഞാനിത് ചൂളൊക്കെ വിട്ട് വേറെ ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. ഹീമാൻ കാണുമായിരുന്നു. എനിക്ക് പോപ്പോ ഇത് സെയിലർ മാന്, പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോടാ, എന്തോ, അയ്യോ അതിന്റെ പേര് മറന്നുപോയി. ടോമാൻ ജെറി, പോപ്പോ ഇത് സെയിലർ മാന്, പിന്നെ മറ്റേ ഇതിനകത്തൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, മറ്റേ വെള്ളം അല്ല കാസ്റ്റിലോ എന്തോ അങ്ങനെ എന്തോ അല്ലേ? ടക്കേഷി കാസ്റ്റില്. അയ്യോ അത് ശരിക്കും പറഞ്ഞാ ഞാനും ചേച്ചി രാവിലെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും ചേച്ചി രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങുമ്പം ചേച്ചി ഒരു ദിവസം ബ്ലൂ, ഇപ്പൊ രാവിലെ എണ്ണിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ടോസ് ഇട്ടിട്ട് ഇന്ന് ചേച്ചി ബ്ലൂ, ഞാൻ റെഡ്, ഞങ്ങൾ അങ്ങനെ പറയും. എന്നിട്ട് അന്ന് ആരാണോ ജയിക്കുന്നത് അവര് ജയിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് പറഞ്ഞ് താറ്റും. മനസ്സിലായ? ഇതൊക്കെ അങ്ങനെയായിരുന്നു ആ സമയത്ത്. നിങ്ങൾ അത് അങ്ങനെയാണോ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പവർ റേഞ്ചേഴ്സ് ഓർമ്മയുണ്ട്. പിന്നെ പവർ റേഞ്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബെൻഡന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ, ഈ ഡ്രാഗൺ ബോൾസ് ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ടേ എന്ത് മേടിക്കും, ചീറ്റോസ് മേടിക്കുമ്പം ഒരു കവറിനകത്ത് മറ്റേ ഇത് ബേബ്ലേഡ് കിട്ടും കറക്കുന്ന, കൈവച്ച് കറക്കുന്ന, ഓർമ്മയുണ്ടോ? പമ്പർ, ബേബ്ലേഡ് അല്ല പമ്പര, കൈവച്ച് രണ്ട് സൈഡിൽ ഓരോ ആരോ പോലത്തെ സാധനം ഉണ്ടാവും. അത് രണ്ട് കയറ്റി വെച്ചിട്ട് അത് അതിന്റെ നടുക്ക് കുത്തിയിട്ട് കറക്കാൻ പറ്റും. ഓർമ്മയുണ്ടോ അതൊക്കെ? അയ്യോ എന്റെ അളിയ ബൂസ്റ്റ് മേടിക്കുമ്പോ ബോള്, ടെന്നീസ് ബോൾ കിട്ടുമായിരുന്നു ബൂസ്റ്റിന്റെ കൂടെ. ടെന്നീസ് ബോള് മറ്റേ പച്ചക്കളർ ബോളിൽ. എന്നാലും ആ സമയത്ത് അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാ. എന്തോ ഞാൻ ആ ബൂസ്റ്റിന്റെ കണ്ണാടി കിട്ടാ എന്തോരം അച്ഛനോട് കാലി പിടിച്ചെന്നറിയാ. കിട്ടിയിട്ട് മുഖത്ത് വെച്ചിട്ട് ഒരു പാട്ടിക്കാഷ്ടം ലുക്കും അതെല്ലാം കിട്ടിയിട്ട സാധനം നമ്മള് വെച്ചപ്പോ അയ്യോ സച്ചിൻ വെച്ചപ്പോ അടിപൊളി. നമ്മളുണ്ട് ഷോൺവിഷ് കുമാർ, 25 വയസ്സ്, മുതുവാഴ, ഹോമിയോ ടു അമ്മ. ഇത് ഞാനല്ലേ? സീനാൻഡ് റൈഡർ അല്ലായിരുന്നോടാ ഞാൻ ഇതൊക്കെ ഇട്ട് വൈകുന്നേരം ഒരു 3:30 ആകുമ്പോ എറണാകുളത്ത് രാജഗിരി കോളേജ് വിടുമ്പോ അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകും, തിരിച്ചു വരും, പിന്നെ അങ്ങോട്ട് പോകും, തിരിച്ചു വരും. അതൊക്കെ ആയിരുന്നു എന്റെ പരിപാടി ആ സമയത്ത്. AGVയുടെ ഹെൽമെറ്റ് എടുത്ത് കുടിച്ചാൽ മോന്റെ അടിച്ചാൽ തിരിക്കും. ഒരെണ്ണം തരത്തില്ല. വെളിയിൽ ഇറങ്ങുമ്പോ മേടിക്കണം. വെളിയിൽ ഇറങ്ങുമ്പോ മേടിച്ച് പൂച്ചാൽ മതി. മുഖം ഇപ്പോഴത്തെ ആ ഫേസിന്റെ വണ്ണോ അതോടെ നോക്കടാ, എന്ത് ഡിഫറൻസ് നോക്കിക്കൊണ്ടോ. പാറ്റൊക്കെ പോയാലേ കണ്ടാ
ഞാനിപ്പോ ലൈവ് പറഞ്ഞോളൂ ഇപ്പൊ ഇതായിട്ട് വരും. ഒരെണ്ണം ഇനി അതിനകത്തും എടുക്കാം. ഇല്ല ഞാൻ എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവനിപ്പം ഷെയർ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും മാറ്റമുണ്ടാ? ചേച്ചി കാണാതെ ആ സമയത്തൊക്കെ എന്തെല്ലാം അറിയാടാ ഇവർക്കൊക്കെ അറിയാം. പിന്നെ ഇതൊക്കെ അറിയാതിരിക്കുവോ? ആ സമയത്തൊക്കെ അവളെന്റെ ഫോളോവർ അല്ലേ. ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഇതൊക്കെ സ്റ്റോറി ഇടുന്ന അവള് കണ്ടിട്ടുള്ളതല്ലേ. നമ്മള് മംഗലശ്ശേരി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മള് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ നമ്മള് പർച്ചേസ് ചെയ്യാം. കിട്ടില്ലോ പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാറായില്ലേ? നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ബോക്സ് ഇറക്കി. ആര് കൂടുതൽ ഫാൻസ് അറിയാലോ. ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീട്ടിലുമാറ്റുലയാതെ 1 2 3 4 5 6 7 എണ്ണം കൂടെ കമന്റ് ബോക്സിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുവാ. എന്നിട്ട് നല്ല സ്നേഹമുള്ള പാട്ടും. അതെ കൊള്ളാല്ലേ? മെസ്സിയുടെ പാട്ടാ ഇത്. മെസ്സിയുടെ പാട്ടൊന്നുമല്ല ഇത് മറ്റേ ഇതിനകത്തെ പാട്ടാ. മെസ്സിയുടെ പാട്ടാ. ഓ നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റേ ധോണിക്ക് പാട്ടുള്ളത് പോലെ ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ കട്ട്സ് ഇറങ്ങിയത് മെസ്സിയുടെ ആയിരിക്കും അല്ലേ? അങ്ങനെ. ഓ ഓക്കെ ഓക്കെ. നീ ഈ വീഡിയോ ഉണ്ടാക്കിയവന്മാര് നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്റെ ലൈവ് അപ്ലോഡ് ആകുമ്പോൾ സമാധാനപരമായിട്ട് നൊസ്റ്റാൾജിയ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചാറ്റിനെ നീയൊക്കെ എങ്ങനെ മാറ്റിയെന്നൊക്കെ ഇവിടെ ഇപ്പൊ ഒരുത്തൻ പോർച്ചുഗലിന്റെ ആണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റിന്റെ കൊടി വരെ ഇടുന്നു എന്റെ ചാറ്റില്. എങ്ങനെ മാറ്റിയെന്ന് നീ നോക്കണേ. നീയൊക്കെ ഇവിടെ സമാധാനത്തിൽ പൊക്കോണ്ടിരുന്നതാണ്. അത് കമ്മ്യൂണിസ്റ്റിന്റെ കൊടിയാണത്, പോർച്ചുഗലിന്റെ അല്ലത്. അടിക്കട്ടെ ഇവരെയൊക്കെ. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം ചേട്ടന്റെ കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടർ ഗെയിമിംഗ് ലോകത്തേക്ക് അവൻ കടന്നു വരുന്നു. തുടക്കം റൂൾസ് ഓഫ് സർവൈവൽ നിന്നായിരുന്നു. പിന്നെ അവിടുന്ന് പബ്ജി ചൈന, പിന്നെ പബ്ജി മൊബൈലിലേക്ക്. ഞാൻ ചെന്ന് കയറിയത് പുലികളായ പ്ലേയേഴ്സ് ഭരിക്കുന്ന കേരളൻ പബ്ജി കമ്മ്യൂണിറ്റിയിലേക്ക്. തുടക്കകാലത്ത് പബ്ജി ജീവിതം എളുപ്പമായിരുന്നില്ല. പക്ഷേ അവൻ തോറ്റു കൊടുക്കാനും തയ്യാറായിരുന്നില്ല. അവൻ അവിടെ പോരാടി. റൂംമേറ്റ്സ് കളിക്കുമ്പോൾ ഒരു പേരിനൊരു ക്ലാൻ ഇല്ലാത്ത ആ വ്യക്തി പുതിയ ക്ലാൻ ആരംഭിക്കുന്നു. ആ ക്ലാനിന് അവൻ പേര് നൽകിയത് ഇങ്ങനെയാണ്, MR. സ്വന്തം ക്ലാനിന്റെ പേര് പബ്ജി ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയുള്ള അവന്റെ കഷ്ടപ്പാട് അവൻ ആരംഭിക്കുന്നു. എന്റെ യൂട്യൂബ് ലോകത്ത് എന്തിലാവണോ ആഗ്രഹം അവൻ ടെക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായി. പക്ഷെ അത് മുഴുവൻ കോർപ്പറേറ്റ് സ്ട്രൈക്കും കോർപ്പറേറ്റ് ക്ലെയിം ആയിരുന്നു. അന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായി എനിക്ക് യൂട്യൂബ് ലോകത്തേക്ക് തിരിച്ചു വരാൻ പറ്റാന്ന്. നീണ്ട നാളുകൾക്ക് ശേഷം ഗെയിമിങ്ങിനായി ഒരു ചാനൽ തുടങ്ങുന്നു, MR സെറ്റ് ഗോഗു. 2019 ആദ്യ മൈൽസ്റ്റോൺ എത്തിക്കുന്നു 1K. അവിടെ നിന്നും 1 വർഷങ്ങൾക്കപ്പുറം 100K. സ്പ്രേയിങ്ങിൽ കാസ്ട്രോയും, നീഡിങ്ങിൽ ബ്ലൈൻഡ് സൈക്കുമായും, റഷിങ്ങിൽ ബ്ലൈൻഡ് നിക്കുമായും, TKRPയിൽ വാറ്റായും നമ്മുടെ മനസ്സിൽ കയറി പറ്റിയ ആ കഥാനായകന്റെ പേര് ഇങ്ങനെയാണ്, MR സെറ്റ് ഗോഗു അല്ലെങ്കിൽ ഗോകുൽ കൃഷ്ണ. ഞാൻ പറയാലോ ഞാൻ പറയാം. അന്നൊട്ട് ഇന്ന് വരെ അവൻ അൾട്ടിമേറ്റ് എന്റർടൈനറാ. ഞാൻ പറയാം, ഇവൻ ഈ ഗ്യാപ്പ് എടുത്തില്ലായിരുന്നാലും മടി കാണിച്ചിരുന്നില്ല ഇന്ന് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമർ ഇവനാണ്. ഞാൻ ഇപ്പോഴും പറയാം കേസ്, എനിക്ക് ഒരു മടിയില്ലെന്ന് പറയണേല് ഞാൻ ഉറപ്പ് പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബുള്ള ചാനലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ടോപ്പായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ട്രീമർ ഇവന്. ഇപ്പോഴും എനിക്ക് പറയാൻ ഒരു മടിയില്ല അതില്. അത് ഇവന്റെ ഓഡിയൻസിനെ അറിയത്തുള്ളൂ. ഇവന്റെ ഓഡിയൻസിന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് ഇപ്പൊ നിങ്ങൾ എന്റെ ലൈവ് ഞാൻ എപ്പോൾ ലൈവ് വരും, ഇന്ന് ഇകള് വരുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈവിനകത്ത് പോയി ചോദിക്കൂലേ, അതുപോലെ എന്റെ ലൈവില് വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് ഇവന്റെയാ. എന്റെ അടുത്ത് ചെയ്ത് പറയാം, ഗോകു ഇന്ന് വരുമോ. ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഗോകു വരുവാടാ, കുറച്ച് നേരം നിന്റെ ഇത് കണ്ടോണ്ടിരിക്കുക. സത്യം ഞാൻ പറയാം, സ്ട്രീമർ മാത്രമല്ല, ഞാൻ പറയാം വെറും ഒരു സ്ട്രീമർ ആയിട്ട് മാത്രമല്ല അതിന്റെ ഗെയിം. എടാ നിങ്ങളിപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം, ഇന്നൊരു ഗെയിം ലോഞ്ച് ആയിട്ട് ഇന്ന് ഇവന്റെ കൊടുക്കുക, ഇന്ന് ഇവന്റെ കൊടുത്തിട്ട് പറയാ ഇന്ന് ഇവൻ പൊട്ടനെ പോലെ കളിക്കുന്നെങ്കിൽ അടുത്ത ദിവസം ലൈവ് ഇടുന്നതിന് മുമ്പ് ഇവനത് മാസ്റ്റർ ചെയ്യും. ഇവൻ അങ്ങനെ ഒരു കഴിവും കൊണ്ടുണ്ട്. ഇവനെ ഇത് കളിക്കണം. ഞാൻ ഇവന്റെ ഏറ്റവും അഗ്രസീവ് ഗെയിം പ്ലേ കണ്ടിട്ടുള്ളത് ഫോർട്ട്നൈറ്റിലാണ്. ഇപ്പൊ ഫോർട്ട്നൈറ്റ് കളിക്കുന്ന കാണണം, വാലറന്റ് കളിക്കുന്ന കാണണം, പബ്ജി കളിക്കുന്ന കാണണം, എല്ലാത്തിലും ഗോഡ് ലെവൽ ചെയ്യുമ്പോൾ ഞാൻ ഇവനെ വെറുതെ പൊക്കുന്നല്ല കേസ്. എനിക്ക് ഇവന്റെ ഈ ലൈവ് ഇടാതിരിക്കുന്ന കാണുമ്പോ എനിക്ക് ഇവനെ വെച്ചടിച്ചു കൊടുക്കാൻ തോന്നും. മനസ്സിലേ?
ക്രിസ്ത്യാനോ ഫാൻ ആണോടാ? പിന്നല്ലാണ്ട്. ആണല്ലേ? ഈ വട്ടം കാണണോടാ, ഈ വട്ടം വേൾഡ് കപ്പ് ആണ്. ഗൈസ് എന്നാ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാ? ഫസ്റ്റ് കളി എന്നാ? ഫസ്റ്റ് കളി 12 11 പറയുന്ന ആൾക്കാര്. എല്ലാ മാച്ചും ഏർലി മോർണിംഗ് ആണെന്ന് അറിയാം. എന്തായാലും ഇപ്പൊ ഏർലി മോർണിംഗ് ഉറങ്ങണത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലൈവ് കഴിഞ്ഞിട്ട് ഇനി കളിയോടെ കണ്ടിട്ട് കിടക്കാം. എത്ര ടൈം എത്ര? രാവിലെ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് 3 മണിക്കൊക്കെയാന്ന് തോന്നുന്നു കളി. സ്ട്രീം ചെയ്താലോ? 11 നൈറ്റ് സ്ട്രീം ചെയ്താലേ നേരെ വീട്ടിലൊരു വക്കീൽ നോട്ടീസ് വരും. ഒരു 10 കോടി 15 കോടിയുടെ ഒരു കോമ്പൻസേഷൻ. അത് അടയ്ക്കാൻ റെഡിയാണോ? അടയ്ക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് സ്ട്രീമിൽ ഇരുന്ന് കാണാം. നിങ്ങൾ ഒരു 15 കോടി പിരിച്ചു തന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കാണാം. നിങ്ങളെല്ലാവരും പെരുവിട്ട് ഒരു 15 കോടി രൂപ നമുക്ക് ഇതെല്ലാം നല്ല പെനാൽറ്റി അടിച്ച് തരുമാര്. 15 കോടിക്കൊന്നും ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നലടാ. റൈറ്റ്സ് ഒക്കെ എടുക്കണം, അത്രയ്ക്കായിരിക്കും അടിച്ചു തരും. നെറ്റ് ചെയ്യാൻ പൈസ ഇല്ല പൊട്ടച്ചി എപ്പോഴാണ്. സത്യല്ലേ? ക്യാരക്ടർ നോക്കിയാ കൺവെൻഷൊക്കെ എഴുതി കുറിയൊക്കെ തൊട്ട് വന്നിരിക്കണം നോക്കി. നല്ല വീഡിയോ അടിപൊളി. സംഭവം നിങ്ങളൊന്ന് കണ്ടോ? വെച്ചില്ല മോനെ പോർച്ചുഗൽ അതിന്റെ മുകളിലൊന്ന് ഏതാ പവർ. ഇറങ്ങി നോക്കളിയാ, പുറത്തൊക്കെ ഇറങ്ങി നോക്ക്. വേൾഡ് കപ്പ് നടക്കുമ്പോഴേ വിഷയായിരിക്കും, വേറെ ലല്ലിരിക്കും കളിയാ. ആണ് കപ്പില്ല, പക്ഷെ അവർക്കൊന്ന് പോർച്ചുഗലിന് കപ്പില്ല ഇവരായിട്ട് ഇല്ല. പക്ഷെ ഈ വർഷം അടിക്കും നമ്മള്. അതിന് മെസ്സേജ് ആവണം. എന്നിട്ടാണ് നീ ഇത്ര മെസ്സ് അടിച്ചത്? അടിക്കും, മനസ്സിലായി? അർജന്റീനക്ക് കപ്പൊക്കെ ഉണ്ടേ ബ്രോ. അർജന്റീനക്ക് എത്ര ഉണ്ട്? അർജന്റീനക്ക് എത്ര ഉണ്ട്? അപ്പം 3 ഉണ്ടോ? 3 ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ 2 വർഷത്തെ RCB. അളിയ ഈ വർഷം നോക്ക് അളിയ, ഈ വർഷം പോർച്ചുഗൽ വിഷയം ടീമാണ് അളിയ. ആണോ? കപ്പടിയെന്ന് ഉറപ്പാണോ നിനക്ക്? ഉറപ്പളിയ, ഉറപ്പ് കപ്പടി. ഉറപ്പ്. ബെറ്റ് വെക്കുന്ന ലൈവില് ആരുടെ കൂടെ? ഈഗിളിന്റെ കൂടെ. എന്റെ കൂടെ. എന്തോന്ന് ബെറ്റ് എന്തോന്ന്? അല്ല എനിക്ക് ഫുട്ബോൾ അറിയാത്തോണ്ട് എനിക്ക് വേറെ ഫേവറേറ്റ് ടീമൊന്നും ഇല്ല. പക്ഷെ പോർച്ചുഗൽ കപ്പടിച്ച കപ്പടിക്കില്ല എന്നുള്ള ബെറ്റ് വെക്കാം. ഓക്കെ. എത്ര രൂപ ബെറ്റ്? 10,000 അളിയ. 10,000. 10,000 രൂപ ബെറ്റ്. പോർച്ചുഗൽ തോറ്റ എനിക്ക് 10,000 രൂപ തരണം. ജയിച്ച ഞാൻ 10,000 രൂപ തരും. ഓക്കെ ഗൈസ്, അപ്പൊ ഡീൽ ക്ലോസ്. ഡീൽ എന്തോന്ന് ലൈവ്? ലൈവ് ഡീൽ. അപ്പൊ എന്റെ ഇത് പോർച്ചുഗൽ തോറ്റാൽ ഞാൻ 10,000 രൂപ കൊടുക്കും. അല്ല, പോർച്ചുഗൽ ജയിച്ചാൽ 10,000 രൂപ ഞാൻ കൊടുക്കും. പോർച്ചുഗൽ തോറ്റാവാൻ എനിക്ക് 10,000 രൂപ തരും. ഓക്കെ.
നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ ടീമിനെ ഇവരെ 3 പേരെ കൊന്ന് നമ്മുടെ ടീമിൽ കളിക്കാൻ കേട്ടതാന്ന് എനിക്കറിയാം. കേട്ടോ. അപ്പൊ പിന്നെ 3 പേരെ കൊന്നപ്പോഴത്തേക്കിന് ശരത്തേട്ടന് ഭയങ്കര ദേഷ്യമായി. ശരത്തേട്ടന് ഞാനപ്പോ എന്റെ മനസ്സിൽ മറ്റേ സൂപ്പർ ഹീറോ ആണ് പുള്ളി. അപ്പൊ പുള്ളിക്ക് നൊന്ത എനിക്ക് വിഷമമാണ് മനസ്സിലായി. അങ്ങനത്തെ തോട്ടാണ് ആ സമയത്ത്. അപ്പൊ ശരത്തേട്ടനാണെങ്കിൽ പറയാടാ നീ അവനെ അടിക്കണം അടിച്ചു കൊല്ലണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഇതാരാന്നറിയോ നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ? നിങ്ങൾക്ക് ആരാന്നറിയോ ഗൈസ്? ആരും ഒരാൾ പറയുന്നോട്ടെ, ഫസ്റ്റ് പറയുന്ന ആരാ നോക്കട്ടെ. ആ നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ ആരാന്ന് ആർക്കെങ്കിലും അറിയോ? ജോണത്തൻ. അല്ലല്ല സ്കൗട്ട് അല്ലല്ല ബോബ് ഡോബ് പറഞ്ഞു അത് തന്നെ. ബോബ് ഡോബ് ആണ്. ബോബ് ഡോബിനെ അടിക്കണം. ബോബ് ഡോബ് BOPE ബോബ് ഡോബ് അവനെയാണ്, അവന്റെ സ്ക്വാഡിനെയാണ് ഞാൻ അടിക്കണത്. ഞാൻ 1v4 അടിക്കണത്. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജോർജൻ ഫുള്ളിയുടെ അടിച്ച് ചേട്ടാ ഞാൻ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ ടീമിനെ ഞാൻ അങ്ങ് വൈപ്പ് ചെയ്യോടെ. അപ്പൊ എനിക്ക് ശരത്തേട്ടന്റെ കോള് വരും. ശരത്തേട്ടന്റെ കോള് വന്നിട്ട് പറയാം, എടാ അവന്റെ സ്ട്രീം എന്തൊരു ക്വാളിറ്റി അല്ലേ. അന്നേരം ഞാൻ പറയാം, ചേട്ടാ അതെന്താന്ന് വെച്ചാൽ അത് മറ്റേ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ മൊബൈലിൽ നിന്ന് ഡയറക്റ്റാ ചെയ്യണം. എനിക്ക് മൊബൈൽ മാത്രമേ ഉള്ളൂ. അത് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയുക, നിന്റെ അക്കൗണ്ടിൽ ഞാൻ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, നാളെ തന്നെ പോയി PC മേടിക്കണോ. ഞാനേ മൗസ് ഇരിക്കുന്നുണ്ട്. ഏതാ നിങ്ങള്? മറ്റേ ടെൻസിന്റെ മൗസ് സ്റ്റാർലൈറ്റ് എന്തായിരുന്നു അതിന്റെ പേര്? ഇതിന്റെ മണ്ടയ്ക്ക് കട്ടൻ കാപ്പി വീണ്. ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല ആ മനുഷ്യനെ. എന്നെ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ മുഖം കണ്ടിട്ടില്ല. ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫോട്ടോ കണ്ടിട്ടില്ല. ഈ ഒരു ഗെയിമിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ സംസാരിക്കും. പുള്ളി എനിക്ക് ഒരു അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ഇട്ട് തന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞ് നാളെ തന്നെ പോയി PC മേടിക്കണമെന്ന്. അപ്പൊ ഞാൻ പറയാം, ചേട്ടാ ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്ത്? ഇല്ലടാ നമുക്ക് നിന്റെ സ്ട്രീം ബെസ്റ്റ് ആക്കി എടുക്കണം എന്നൊരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് PC വാങ്ങിച്ചു തന്നു. ആദ്യമായിട്ട് കാണുന്നത്. കൊച്ചിയാ? വർക്കല. അപ്പൊ അതുവരെ വീഡിയോ കോൾ പുള്ളി ഒന്ന് കാണാൻ ഞാൻ എന്തോരം കാല് പിടിച്ചിട്ടുണ്ടോന്ന് അറിയോ നിനക്ക്? അറിഞ്ഞുകൂടാത്തോണ്ടാ. പുള്ളി ഒന്ന് കാണാൻ, ഒന്ന് വീഡിയോ കോളിലെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ എന്തോരം ഇത് ചെയ്തിട്ടുണ്ടെന്നറിയോ? പുള്ളി വരുത്തിൽ ഒരു തരത്തി ഇത് കാണാൻ സമ്മതിച്ചത് തന്നെ എന്തോരം ടേംസ് ആൻഡ് കണ്ടീഷനിലാണെന്നറിയോ കാണാൻ സമ്മതിച്ചത്? എന്തോ അതൊന്ന് പറയോ? ഫോൺ ക്യാമറ കൊണ്ട് വരാൻ പാടില്ല. ഇത് വേറെത്തിനെ കൊണ്ട് എടുപ്പിച്ചതാ. ഇങ്ങനെ കൊണ്ടോ ക്യാമറ? പിന്നീട് അങ്ങനെ ലാസ്റ്റ് ഇല്ല ചേട്ടാ ഞങ്ങൾ വീഡിയോ എടുത്തില്ല, വീഡിയോ ഇതാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് ആണ് ലാസ്റ്റ് പോയി കാണുന്നത് പുള്ളിയെ. ഇനിയിപ്പോ വേൾഡ് കപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് എലക്ഷൻ പോലെ മുക്കിലും മൂലയ്ക്കും ഫ്ലെക്സ് ആയിരിക്കും അല്ലേ? സത്യം കേട്ടാ. ഇതിന്റെ ആണല്ലേ ഒരു പയ്യൻ ഇന്ന് തന്നെ ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ച് ഫ്ലെക്സ് അടിക്കാൻ പൈസ തരുമെന്ന് ചോദിച്ച് കേട്ടാ. ഇതിന്റെ ഫ്ലെക്സ് ആണ് കേട്ടാ അത്. എനിക്ക് എപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഞാനോർത്തിന് 10ാം ക്ലാസ് ജയിച്ചതിന്റെ മറ്റേ ഇതുവല്ലോ ആണ്. ഞാൻ ഉറക്കത്തിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചതാ. ഇതിന്റെ 400 ഫീറ്റ് വെച്ചിട്ടാന്നോ? 400 ഫീറ്റ് ഫ്ലെക്സ് അടിക്കാനൊക്കെ എത്ര രൂപ വരുവടാ? ബ്രസീലിന്റെ പേജിലൊക്കെ ഏതോ ഒരു ബ്രസീൽ അവരെല്ലാരും ഫോളോ ചെയ്ത് 400 ഫീറ്റ് ഫ്ലെക്സ് അടിക്കാന്നൊക്കെ പറഞ്ഞ എത്ര രൂപ വരും അതിന്? നല്ല പൈസയാവും. 1 ലക്ഷം രൂപയോളം ആവും. 1 ലക്ഷം? 1 ലക്ഷം രൂപയ്ക്കൊന്നും 400 ഫീറ്റ് ഒന്നും അടിക്കാൻ പറ്റില്ല. ഇതൊരു 100 ഫീറ്റിന് 10,000 രൂപ. അല്ലടാ അത്ര ആവല്ല, അതിലും കൂടുതലാവും. അല്ലല്ല നല്ല പ്രൈസ് ആവണ്ട. 4 ലക്ഷം രൂപയെങ്കിലും ആവും. ചാറ്റിലൊക്കെ പറയുന്നുണ്ട് 4 ലക്ഷം രൂപയാവൂ. 4 ലക്ഷം 400 അടിയില്ല എന്നാ. 700 അടി ലോഡിങ്. പക്ഷെ ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം. ഇത് ഒഫൻസീവ് ആവാതെ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യൻ ടീമിനെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഇന്ത്യൻ ഫുട്ബോളൊക്കെ വളർന്നു വന്ന അടിപൊളിയായിരുന്നേനെ അല്ലേ? സത്യം. അല്ല ഞാൻ പറയണത് അങ്ങനെ ഒരു ടീം നമുക്ക് ഇപ്പൊ കറന്റ് ഇല്ല. അത് ഈ പറയണത് പോലത്തെ ബാക്ക് എൻഡിലുള്ള കളികള് കുറെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ടീം, ഒരു ഇന്ത്യൻ ടീം ഫുട്ബോളിലും ക്രിക്കറ്റിലും ഡോമിനേറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫുട്ബോൾ ടീം കൂടെ വന്നിരുന്നെങ്കിൽ ഈ പറയണ 400 അടിക്കും 600 അടിയും ഒക്കെ വെച്ചേനെ. അത് വേറൊരു കാര്യമാണ്. പൊളിറ്റിക്സ് ഉള്ളതാ, അതിനകത്തുള്ള പൊളിറ്റിക്സുകളാണ് അതൊക്കെ. ഗവൺമെന്റ് സപ്പോർട്ടില്ല അറിയാം ബ്രോ. ഇന്ത്യയിൽ കറന്റ് ക്രിക്കറ്റിന് മാത്രമേ ഉള്ളൂ സപ്പോർട്ട്. ക്രിക്കറ്റിന് അതും
നമ്മുടെ ഈ സൗത്ത് സൈഡ് അത് ഭയങ്കര കുറവാണ്. നോർത്തിലാണെങ്കിൽ ക്രിക്കറ്റിനാണ് കറന്റ് സ്പോർട്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ക്രിക്കറ്റിലെ പ്ലേയേഴ്സിന്റെ അച്ചീവ്മെന്റ്സും ക്രിക്കറ്റ് അച്ചീവ്മെന്റ്സും ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടാറുണ്ട്. ഓൺ ദ സെയിം സൈഡ് ബാക്കി ബോക്സിങ്, ബാക്കി എന്ത് നാഷണൽ അച്ചീവ്മെന്റ്സ് എടുത്താലും ആ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആൾക്കാർക്ക് റെക്കഗ്നൈസേഷൻ കിട്ടാറില്ല. മലയാളികളടക്കം എല്ലാവരുടെയും കാര്യം പറയണം. ക്രിക്കറ്റ് അല്ല, നമ്മുടെ നാഷണൽ ഗെയിം ഹോക്കി അല്ലേ? ആ ഫ്ലെക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഫോട്ടോ ഉണ്ട്. മനസ്സിലായി? അല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. അത് അങ്ങനെ കിട്ടാറില്ല നമുക്ക്. ഫുട്ബോൾ കളിക്കാനാണോ? അല്ലല്ല ജഗോര അല്ല, ഞാൻ ഏറില്ല, അതായിട്ട് പറഞ്ഞതാ. പോർച്ചുഗലല്ലേ പറഞ്ഞ പോലെ മറ്റേ റൊണാൾഡോ പോർച്ചുഗലല്ലേ? ഞാൻ പെട്ടെന്ന് സ്പെയിനാ പറഞ്ഞത്. സ്പെയിനൊക്കെ ഫാൻസ് ഉണ്ടാവല്ലേ കേരളത്തില്? ഉണ്ട്. എല്ലാ ടീമിനും ഉണ്ടാവല്ലേ കേരളത്തിൽ ഫാൻസ്? ദുൽഖർക്ക് ഒരു ദിവസം ഗ്ലാമർ ആയിക്കൊണ്ടിരിക്കും അല്ലേടാ. ഇത് അപ്പനെ പോലെ തന്നെ പ്രായം കൂടുതോറും പുള്ളിക്ക് ഗ്ലാമർ ആയി വരുമോ? 40 വയസ്സെന്താ കഴിഞ്ഞ്? 40 വയസ്സായാലും ദുൽഖറിന് 40 വയസ്സെന്താ പുള്ളിക്ക്? ഒന്ന് ആലോചിക്ക്. 40 വയസ്സോ? ഇപ്പൊ കൺഫേം ചെയ്യാം. 40 വയസ്സൊന്നുമില്ല പുള്ളിക്ക്. 40 വയസ്സുണ്ട് പുള്ളിക്ക്. 1983 ജനിച്ച ദുൽഖർ സൽമാൻ. 42 വയസ്സ്. 39 വയസ്സ്. ഇപ്പൊ ഇതെന്തിട്ട് കള്ളം പറഞ്ഞത്? വിക്കിപീഡിയ. ദുൽഖർ സൽമാൻ ഈസ് 39 year old. He was born on July 28, 1986. 83 ഞാൻ തുടങ്ങണേ. 42 വയസ്സോ? 39 വയസ്സാണ് കിടക്കുന്നതിനകത്ത്. താഴെ വിക്കിപീഡിയ നോക്ക്. അത് മറ്റേ 1983, 42 വയസ്സ്. കണ്ട അണ്ണനെ 32. എനിക്ക് 32 ആയില്ല. എനിക്കിപ്പോ ഈ മാസം 29 ഉള്ളൂ. എന്താ ഞാൻ 30 കടന്നില്ല. ഇടാ, എന്നാലും 42 വയസ്സിട്ടു പുള്ളിക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ. എന്താണ് സംഭവം? അച്ഛനും മോനോട് മത്സരിക്കണ സത്യല്ലേ? പൃഥ്വിരാജിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട്. അങ്ങേരും ഇതുപോലെ തന്നെ എല്ലാം ഫിറ്റ്നസും നല്ല ഫുഡും ആണ്, പിന്നെ ഉറക്കം. ഇതാണ് അതിന്റെ റീസൺ, വേറൊന്നും അല്ല. നമ്മള് രാത്രി വെളുപ്പിനെ 5 മണി 6 മണി വരെ റീലും തോണ്ടി ഇരുന്ന് എപ്പോഴോ എണ്ണീറ്റ് ചോറും തിന്ന് പിന്നെയും കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കി ഉറക്കവും ഇല്ല, ജിമ്മിലും പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായ? ചന്ദ്രനെയൊക്കെ കണ്ടില്ലേ? വേണ്ട കട്ട് വരും വേണ്ട. ഇറക്കി ഓൾറെഡി ഇറക്കി. ഞാൻ ഇതൊക്കെ കുടിക്കുന്ന കണ്ടിട്ട് ഞാൻ ഹെൽത്തി ആണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നത്തെ എന്റെ ആ ഫസ്റ്റ് ഫുഡ് ഇത് തിന്ന. ഇനി ഉണ്ടല്ലോ ലൈവ് എൻഡ് ചെയ്യുമ്പോ ബർഗർ കിങ്ങിന്ന് ബർഗർ മേടിച്ച് ഓരോ ബർഗർ നീ മറ്റേ വാളകത്ത് നിന്റെ മറ്റേ കടയിൽ പോയി ബർഗർ തിന്നിട്ട് വാ. പൈസ തരുമോ? പണിക്ക് പോ. Not obsessed, just emotionally trapped in a magical universe. എന്താ ഇതൊക്കെ പറഞ്ഞൂടെ? ഹാരി പോട്ടർ ഇത്രയുള്ള വീഡിയോ.